ഒരുപാട് ദൂരെ ഇവിടെങ്ങും അല്ല കേട്ടോ. ഒരുപാട് ദൂരെ നാലാഞ്ചിറ ക്ഷേത്രം എന്നും പറഞ്ഞൊരു ശിവക്ഷേത്രമുണ്ട്. അവിടെ ശിവൻ്റെ 2 പ്രതിഷ്ഠകളാണുള്ളത്. ആദ്യത്തെ പ്രതിഷ്ഠയെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിക്കുന്ന രൂപമുള്ള ഒരു പ്രതിഷ്ഠയാണ്. അത് കണ്ട കുട്ടികളും വലിയവരും എല്ലാം പേടിക്കും. ആദ്യം നമ്മളത് പോയി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പേടിയും ഭയവും എല്ലാം മാറി പിന്നെ നമ്മൾ കയറുമ്പോൾ രണ്ടാമത്തെ പ്രതിഷ്ഠ, ആ പ്രതിഷ്ഠ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ച് പല്ലൊക്കെ കാണിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ശിവനാണ്. അങ്ങനെ ആദ്യത്തെ പ്രതിഷ്ഠ പേടിക്കുന്ന പ്രതിഷ്ഠ ശിവൻ, അത് രണ്ടാമത്തേത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ശിവൻ. അത് കണ്ടാൽ നമ്മുടെ മനസ്സിലെ വിഷമങ്ങളും മാറി നമ്മൾ ചിരിച്ച് സന്തോഷമായിട്ട് പോകും. അപ്പോൾ ഇതിന് 2 ഗേറ്റുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഗേറ്റിലാണ് നമ്മൾ കയറുന്നതെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ശിവനെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ നമ്മൾ ചിരിച്ചിട്ട് നമ്മളെ മറ്റിടത്തോട്ട് വിടത്തില്ല, ആ ഗേറ്റിൽ കൂടെ നമ്മളെ അങ്ങ് പുറത്ത് വിടും. അങ്ങനെയാണ് അത് ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. പിന്നെ മലയാലപ്പുഴ അമ്മയുടെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ മലയാലപ്പുഴ അമ്മ ഏതായാലും ഭദ്രകാളി അമ്മ നാക്ക് നീട്ടിയിരിക്കുന്നു. കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ കണ്ടാൽ പേടി തോന്നും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, കുട്ടികളെയും കൊണ്ട് ചെല്ലുമ്പോൾ അങ്ങനെ മലയാലപ്പുഴ അമ്പലത്തിൽ ചെല്ലുമ്പോൾ കുട്ടികളോട് നമ്മൾ നേരത്തെ പറയണം. മലയാലപ്പുഴ അമ്മ ഇങ്ങനെ നാക്കു നീട്ടി വെച്ചേക്കുന്ന പ്രതിഷ്ഠയാണ്. ആ പ്രതിഷ്ഠയിൽ നാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അമ്മ അങ്ങനെ നാക്കും കൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സംസാരം നല്ലതായിരിക്കണം. പിന്നെ നമുക്ക് സംസാരം തരുന്നതും നമുക്ക് അമ്മയാണ്, ഭദ്രകാളി അമ്മയാണ്. അതിനെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് മലയാലപ്പുഴ അമ്മ നാക്ക് നീട്ടിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. രണ്ടാമത് തലയോട്ടി കൊണ്ട് മാല ഇട്ടേക്കുന്നു. തലയോട്ടി കൊണ്ട് ഇങ്ങനെ മാല ഇട്ടേക്കുന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. തലയോടി കൊണ്ട് അമ്മ മാല ഇട്ടേക്കുന്നതിൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം നമ്മുടെ ബുദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത്. അതാണ്, നമുക്ക് ബുദ്ധി നമ്മുടെ തലയിലാണല്ലോ, നമ്മുടെ ബുദ്ധിയെയാണ് സൂചിപ്പിച്ചേക്കുന്നത്. അങ്ങനെ പിന്നെ വിരലുകൾ മുറിച്ച് അരിഞ്ഞാണം ഇട്ടേക്കുന്നു എന്ന് പറയുമല്ലോ മലയാലപ്പുഴ അമ്മ. അത് നമ്മുടെ വിദ്യ, നമ്മൾ എഴുതുന്ന നമ്മുടെ വിദ്യയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ വിദ്യയ്ക്ക് വേണ്ടി നമ്മൾ അക്ഷരം കുറിക്കുമ്പോൾ നമ്മൾ സരസ്വതി അമ്മയെ പൂജിക്കുകയും ആരാധിക്കുകയും സരസ്വതി ക്ഷേത്രത്തിൽ പോവുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മുടെ വിദ്യയ്ക്ക് വേണ്ടി, നമ്മളെ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, മലയാലപ്പുഴ അമ്മയെപ്പോലുള്ള ഭദ്രകാളി അമ്മയുടെ അടുത്ത് പോയി തൊഴുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് നല്ല ബുദ്ധിയും വിദ്യാഭ്യാസവും എല്ലാം കിട്ടും. അതാണ് ഭദ്രകാളി അമ്മയുടെ അടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഏതാഗ്രഹവും നമുക്ക് അമ്മ സാധിച്ചു തരും. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പം എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇനിയും എല്ലാവരും ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.